ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. ഇന്ന് നമ്മൾ അഗ്ലോണിമയിൽ തന്നെ അഗ്ലോണിമ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയുമായിട്ടാണ്. അപ്പോൾ ഇതിനെ അഗ്ലോണിമ റെഡ് എന്നും റെഡ് ലിഫ്റ്റിക് എന്നും ഒക്കെ പറയാറുണ്ട്. മറ്റ് അഗ്ലോണിമ ചെടികളെ പോലെ തന്നെയാണ് എല്ലാ പരിചരണങ്ങളും. ഷെയ്ഡിൽ വയ്ക്കുക, വെള്ളം നന്നായിട്ട് കൊടുക്കുക, എന്നാൽ അധികം വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഈ റെഡ് ലിഫ്റ്റിക്കിനൊരു പ്രത്യേകത ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. നിറയെ റെഡ് ഷെയ്ഡൊക്കെ അങ്ങനെ വന്ന് അതിൻ്റെ നടുക്ക് മാത്രമേ ഒരു പച്ചുള്ളൂ, ബാക്കിയൊക്കെ ഒരു റെഡ് ഷെയ്ഡായിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റെഡ് ലിഫ്റ്റിക് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പക്ഷേ ഇങ്ങനെ തലകളിങ്ങനെ പെട്ടെന്ന് നീളം വെച്ച് പോകും. അപ്പോൾ ഈ നീളം വെച്ച ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് കാണാനൊരു ഭംഗിയില്ലാത്തതുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് റീപോട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് ചെടികൾ മാത്രം ഇതിൽ നിർത്തി ബാക്കിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അഗ്ലോണിമ ചെടികളുടെ സാധാ അഗ്ലോണിമയുടെ പോലെ തന്നെ കട്ടിങ്സ് വെച്ചും ചെറിയ തൈകൾ പറിച്ചു വെച്ചും നമുക്കിത് പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചട്ടിയിൽ ഇനിയും ചെറിയ തൈകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് തൈകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാൻ ഈ ചട്ടിയിൽ. ഇനി ഉണ്ടായി വരുന്ന ആ ചെടികളും കൂടി ആകുമ്പോൾ ചട്ടി നിറച്ച് നിൽക്കും. ഞാൻ ഈ കട്ടിങ്സ് ഒന്നും കൂടെ ചെറുതാക്കി കൊടുക്കുകയാണ്. അടുത്ത ഷൂട്ട് വരുമ്പോൾ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കാനായിട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ ഒരു 2-3 കട്ടിങ്സൊക്കെ വെച്ചിട്ടാണ് ഒരു ചെടിച്ചട്ടിയിൽ നടുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് ചെടിച്ചട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ ഒരെണ്ണം മാത്രമൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൈ മുളച്ച് ഉണ്ടായിട്ട് ചെടിച്ചട്ടി നിറയുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരു 2-3 തലയൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടിച്ചട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 ഒന്നിച്ച് വെച്ചത്. പിന്നെ ഇതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ നന്നായിട്ട് വളർന്നതിന് ശേഷമൊക്കെ നമുക്ക് വളം ചെയ്താൽ മതി. വേരൊക്കെ പിടിച്ച് വരുമ്പോൾ കുറച്ച് കട്ടിങ്സും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇതിന് വേറൊരു പോട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.